നമസ്കാരം. അധ്യാത്മരാമായണം തുടരുന്നു. ഇന്ന് ആരണ്യകാണ്ഡത്തിൽ മാരീച നിഗ്രഹം, സീതാ അപഹരണം, സീതാ അന്വേഷണം, ജടായുഗതി, ജടായുസ്തുതി എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. പംക്തി കണ്ഠരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടി വണ്ണമുര ചെയ്താൻ. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ. പോയാലും പുരം പൊക്കു സുഖിച്ചു വസിക്ക നീ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ചിന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ഥനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടരുൾ ചെയ്താൽ. പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു. നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. ഇങ്ങനെ തന്നെ ഒട്ടുദൂരത്തായതു നേരം. എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം. നന്നായി തൊടുത്തുടൻ വലിച്ചു വീട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം. വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനു പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും. സൗമിത്രി നീ ചെല്ലുക വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ. രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. ജാനകി ഇത് കേട്ടു കണ്ണുനീർ തൂക്കി തൂക്കി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാം സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും. രാഘവ പത്നിയെയും തേരതിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം പോയതു ദശാസ്യനും. ഹാ രാഘവ രാമ
സൗമിത്രേ കാരുണ്യാബ്ധേ ഹാഹാമൽ പ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ട് പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. കുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. രൂക്ഷത പെരുകിയ പക്ഷവാതങ്ങളേറ്റും രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായ്ക്കെന്നു പൃഥ്വിപുത്രിയും വരം പത്രേരാജനും നൽകി. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ചയമഴിച്ചു തന്നുത്തരീയാർദ്ധകണ്ഠം കൊണ്ട് ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന ഗതാരിൽ സ്മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചിതു സീതാദേവി. അബ്ധിയുമുത്തീര്യതൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോക കാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംഷിപാതരുമൂലേ. തമോത്തമയായ ജാനകി ദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാമായണത്തിലെ രണ്ടാമത്തെ കാണ്ഡമായ അയോധ്യാകാണ്ഡത്തെക്കുറിച്ചാണ്. അയോധ്യാകാണ്ഡത്തിൽ ദശരഥ മഹാരാജാവ് ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് സ്വയം തോന്നി, ഞാൻ വല്ലാതെ പ്രായമായി പോകുന്നുണ്ടോ എന്ന്. പ്രായം മനസ്സുകളെ പൊതുവേ തളർത്തും. പ്രായമെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പറാണ്. കാരണം പ്രായം എല്ലാ മനസ്സുകളെയും തളർത്താറില്ല. ദശരഥ മഹാരാജാവിനൊരു ചിന്തയുണ്ടായി, ഞാനിങ്ങനെ പ്രായമായി പോകുന്നു, എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല. അതുകൊണ്ട് ഉടനടി രാമനെ യുവരാജാവായി വാഴിക്കണം. മൂത്തപുത്രൻ രാമനാണ്. രാമനെ രാജാവായി വാഴിക്കുന്നതിനെക്കുറിച്ച് ഗുരുനാഥന്മാരോട് ഋഷിവര്യന്മാരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിൽ പറഞ്ഞു, രാമൻ രാജാവാകുന്നത് ഈ ലോകത്തിന് തന്നെ ശ്രേയസ്കരമാണ്, അതുകൊണ്ട് അങ്ങയുടെ തീരുമാനം ഉചിതമാണ്. അപ്പോൾ മുഹൂർത്തം നോക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഹൂർത്തം. ഉടനടി മുഹൂർത്തം. തിടുക്കപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നു, അത് തിടുക്കത്തിലാണെങ്കിൽ പ്രധാനപ്പെട്ട പലരെയും നമ്മൾ വിട്ടുപോകും. ദശരഥ മഹാരാജാവ് 2 കാര്യങ്ങൾ മറന്നുപോയി. ഒന്ന്, 2 പേർ ആ സമയത്ത് രാമൻ്റെ പട്ടാഭിഷേകം നിശ്ചയിക്കുമ്പോൾ 2 പേർ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഈ ചടങ്ങിൽ മുഖ്യമായിട്ട് പങ്കെടുക്കേണ്ടിയിരുന്ന 2 മക്കൾ, അതായത് ഭരതനും ശത്രുഘ്നനും അവിടെയില്ല. അവർ കൈകേയിയുടെ നാടായ കേകയ രാജ്യത്താണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് കേകയ രാജ്യം. പിന്നീട് ഒരു കാര്യം വിട്ടുപോയി, കൈകേയിയുടെ അച്ഛനെ വിളിക്കാൻ വിട്ടുപോയി ഈ ഒരു മഹത്തായ ചടങ്ങിൽ. പക്ഷേ രാമൻ രാജാവാകുന്നു എന്നറിഞ്ഞതോടുകൂടി അയോധ്യയും കോസല സാമ്രാജ്യവും ഇളകി മറയാൻ തുടങ്ങി. എല്ലാവരും ഹാപ്പിയായി. നാളെ രാവിലെ ശുഭമുഹൂർത്തം 10 മണിക്ക് രാമൻ്റെ പട്ടാഭിഷേകം. ഇന്ന് സായം സന്ധ്യ. കൈകേയി ദേവി സന്തോഷവതിയാണ്, വളരെ വളരെ ഹാപ്പിയാണ്.
നാളെ കണിഞ്ഞൊരുങ്ങേണ്ട പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ശരിയാക്കി വെക്കുകയായിരുന്ന ആ കൈകേയിക്കിടയിലേക്ക് കൈകേയെ തേടി അവൾ വന്നു. മന്ധര. മന്ധരയ്ക്ക് കൈകേയിക്ക് മുകളിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട്. കൈകേയെ എടുത്തു വളർത്തിയത് മന്ധരയായിരുന്നു. കൈകേയിയുടെ അമ്മയുടെ ദാസിയായിരുന്നു മന്ധര. അതുകൊണ്ട് എടി വിളിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അപ്പോൾ മന്ധര ചോദിച്ചു കൈകേയിയോട്, എന്താണ് എടി ഇത്ര സന്തോഷം? നാളെ എൻ്റെ മകൻ്റെ പട്ടാഭിഷേകമാണ്. അടുത്ത ചോദ്യം മന്ധര ചോദിച്ചു. പ്രിയമുള്ളവരെ, ഈ ചോദ്യം ചോദിക്കണം. എങ്ങനെയാണ് ദുഷ്ടജനങ്ങൾ നമ്മുടെ ഉള്ളിൽ ആസുരിക തിന്മകളെ എങ്ങനെയാണ് വളർത്തുന്നത്? നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ആളെ നമ്മൾ വെറുക്കും. നമ്മൾ ആളുകളെ അനാവശ്യമായി സംശയിക്കും, ഈ ദുർജനങ്ങളുമായിട്ട് നമുക്ക് സമ്പർക്കമുണ്ടായാൽ. അതുകൊണ്ട് ദുർജനങ്ങളിൽ നിന്ന് എപ്പോഴും അകന്നകന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് നിനക്കിത്ര സന്തോഷം? നാളെ എൻ്റെ മകൻ രാജാവാകുന്നു, അതാണ് സന്തോഷം. അടുത്ത ചോദ്യം, ഭരതനാണോ രാജാവാകുന്നത്? നാട്ടിലെ എല്ലാ പ്രജകൾക്കും അറിയാം, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം രാജാവ് രാമനാണെന്ന്. പക്ഷെ ബോധപൂർവമായത് ചോദ്യം, ഭരതനാണോ രാജാവാകുന്നത്? അല്ല, രാമനാണ്. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം കൈകേയിക്ക്. അല്ല, രാമനാണ്. അടുത്ത ചോദ്യം, രാമൻ നിന്റെ മകനാണോ? അപ്പോൾ കൈകേയി, രാമൻ എൻ്റെ മകനാണ്. എനിക്ക് ഭരതനേക്കാൾ പ്രിയം എൻ്റെ രാമനെയാണ്. ഈ കൊട്ടാരത്തിൽ ഞങ്ങളെല്ലാം ആദ്യം കണ്ടത് രാമൻ്റെ പിഞ്ചുകാലുകളാണ്. അതുകൊണ്ട് രാമൻ എനിക്ക് പ്രിയമാണ്. മന്ധര വിട്ടില്ല. അടുത്ത ചോദ്യം, നീയാണോ രാമനെ പ്രസവിച്ചത്? അപ്പോൾ കൈകേയി, ഞാനല്ല പ്രസവിച്ചത് കൗസല്യാദേവിയാണ്. ഞാനാണ് പ്രസവിച്ചെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്കെൻ്റെ ഭരതനേക്കാൾ പ്രിയം എൻ്റെ രാമനെയാണ്. അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു മന്ധര. മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു അല്പം ദുഷ്ടത ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം എങ്ങനെ ഉയർത്തിയെടുക്കാമെന്ന് ചിന്തിച്ചതിൽ എക്സ്പേർട്ടായിരുന്നു മന്ധര. മന്ധര ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇതിലൊന്നും കൈകേയി വീണില്ല. എന്നാൽ അടുത്തൊരു ചോദ്യത്തിൽ കൈകേയിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. രാമൻ രാജാവായാൽ രാജമാതാവാരായിരിക്കും? രാജമാതാവ്, രാജപത്നി എന്നൊക്കെ പറയുന്ന വലിയ പൊസിഷനാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് വൻ ഹിറ്റായ ബാഹുബലി കണ്ടു. രാജമാതാ ശിവകാമി ദേവി. അവിടെ രാജാവല്ല തീരുമാനിച്ചത്, രാജമാതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ ഭാര്യയാവുക, പത്നിയാവുക. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഭാര്യ എങ്ങാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം റോഡിൽ സൈഡ് നിൽക്കണം, വണ്ടികളെല്ലാം സൈഡാക്കണം. നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പ്രഥമ പൗരയ്ക്ക് അത്ര സ്ഥാനമുണ്ട്. അപ്പോൾ രാജാവിൻ്റെ അമ്മയായിട്ട് മാറാൻ പോകുന്നത് കൗസല്യാദേവി. ആ കൗസല്യാദേവിയുടെ കീഴിൽ വെറുമൊരു ദാസിയെപ്പോലെ ഞാൻ കൈകേയി ജീവിക്കേണ്ടി വരും. കാരണം ഞങ്ങളുടെ 3 പേരുടെയും ഭർത്താവിന് പ്രായമായി, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു പോയാൽ രാമൻ്റെ അമ്മയ്ക്ക് രാജമാതാസ്ഥാനമുണ്ട്. അപ്പോൾ എനിക്കെന്ത് സ്ഥാനം? ഇത് ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി. കൈകേയിയുടെ ഉള്ളു ചൂട് പിടിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മന്ധര ആവേശത്തിലായി. മന്ധര പറഞ്ഞു, കൈകേയി, നീ രാജമാതാവാകണം. രാജമാതാവായാൽ ആ രാജമാതാവിൻ്റെ 1ാമത്തെ ദാസിയായിട്ട് തനിക്ക് മാറാമെന്ന ഒരു മോഹം കൂടി മന്ധരയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയില്ല നമ്മൾ. അതുപോലുള്ള ചില ഐഡിയാസൊക്കെ മന്ധരയുടെ ഉള്ളിലും കയ്യിലും ഉണ്ടായിരുന്നു. ചൂട് പിടിച്ച മനസ്സിൽ കാലുഷ്യം സംഭവിച്ച മനസ്സിൻ്റെ ഉള്ളിലെ ദുഷ്ടതയെ ഉണർന്ന കൈകേയി ചോദിച്ചു, എന്താണൊരു വഴി മന്ധരേ? എനിക്ക് രാജമാതാവാകണം, എന്താണൊരു വഴി? അപ്പോഴാണ് പഴയ ചില ചരിത്രങ്ങളൊക്കെ മന്ധര പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് നിന്റെ ഭർത്താവ് ദശരഥൻ ദേവന്മാർക്ക് വേണ്ടി പോരാടി. പോർവിട്ടോടിയതല്ല നമ്മുടെ വീരപുരാതന ചരിതങ്ങൾ, തേരുതെളിച്ചടരാടി നമ്മൾ ദേവർക്കായും യുദ്ധങ്ങൾ. അതാണ് ഭാരതത്തിലെ പൂർവികന്മാർ. ആയുധം കണ്ട് ഓടി ഒളിച്ചവരല്ല നമ്മുടെ പൂർവികന്മാർ. ദേവന്മാർക്ക് വേണ്ടി പടപ്പൊരുതിയവരാണ്. ഭഗീരഥൻ പോലെ എത്ര മഹോന്നത തപസ്വിമാരുടെ വംശക്കാർ. പരമ്പരാഗതമല്ലോ നമ്മൾ കജയ്യ തീവ്ര തപശക്തി. മണ്ണുരുവായവരല്ല, വെറുതെ മണ്ണായിത്തീരേണ്ടവരല്ല. വിണ്ണിൻ നന്മകൾ ഉടൽ പൂണ്ടുള്ളവർ, ഈശ്വര ശക്തി സ്വരൂപങ്ങൾ. നമ്മളെക്കുറിച്ച് കവികൾ പാടിയതാ. പറഞ്ഞു കൊടുത്തു, നിനക്ക് രാജമാതാവാകണമെങ്കിൽ ഒരു വഴിയുണ്ട്. നിന്റെ ഭർത്താവ് നിനക്ക് അന്ന് യുദ്ധഭൂമിയിൽ വെച്ച് 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവാസുര യുദ്ധത്തിൽ നിന്റെ ഭർത്താവ് ദശരഥന് മുറിവേറ്റപ്പോൾ നീ പ്രഥമ ശുശ്രൂഷ നൽകി.
മനസ്സ് മരവിച്ചു മടുത്തു പോയ ഭർത്താവിന് നീ സാന്ത്വനത്തെ നൽകി, നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളെയും നൽകി. നഷ്ടപ്പെട്ടു പോയ പൗരുഷത്തെ വീണ്ടെടുത്തുകൊണ്ട് അടരാടി ദശരഥൻ വിജയിച്ചപ്പോൾ സന്തുഷ്ടനായ ദശരഥൻ നിന്നോട് പറഞ്ഞു, നിനക്ക് 2 വരം നൽകാം. നീ പറഞ്ഞു, ഞാൻ എൻ്റെ കടമയെ നിർവഹിച്ചതാണ്, എനിക്ക് എന്തിനു വരം? യുദ്ധത്തിൽ പതി യുദ്ധമുഖത്ത് പോകുമ്പോൾ പത്നിയും കൂടെ ഉണ്ടായിരുന്നു. ഭാരതത്തിലെ സ്ത്രീകളുടെ സ്ഥാനം ഒന്ന് പരിശോധിക്കൂ പ്രിയമുള്ളവരെ. ദശരഥ മഹാരാജാവ് യുദ്ധത്തിന് പോയപ്പോൾ ആ തേര് തെളിച്ചതാരായിരുന്നു? ചിന്തിക്കണം നമ്മൾ. അങ്ങനെ അന്ന് നീ വരം വേണ്ട, ആവശ്യപ്പെടുമ്പോൾ നൽകിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരം 2 വരം നീ ഇപ്പോൾ ചോദിക്കണം. കൈകയുടെ ഉള്ളിൽ നമ്മൾ പറയാറില്ല, ലഡു പൊട്ടി എന്നൊക്കെ പറയല്ലേ, ഇതാ അവസരം വന്നിരിക്കുന്നു, അനുകൂലമായ അന്തരീക്ഷം വന്നിരിക്കുന്നു. ദശരഥ മഹാരാജാവിനെ ആളയച്ചു വരുത്തി. ദശരഥ മഹാരാജാവ് വന്നു. സായം സന്ധ്യയാണ്. ജപാതി ഹോമങ്ങളൊന്നുമില്ലാതെ വിളക്ക് വെക്കാതെ കിടക്കുകയാണ്. കിടക്കയിൽ അതീവ സുന്ദരിയായ കൈകേയി. കൈകയുടെ മുടിയിൽ തലോടിയപ്പോൾ കൈ തട്ടിമാറ്റി. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരവുമുണ്ടോ എന്ന് ക്രോധാകുലയായിട്ട് ദശരഥനോട് ചോദിക്കുകയാണ് കൈകേയി. എന്തു പറ്റിയത് കൈകേയി? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ നൽകുമോ? നീ ചോദിക്കൂ, നീ എന്ത് ചോദിച്ചാലും നൽകും. അങ്ങനെയെങ്കിൽ എന്നോട് പറഞ്ഞ വാക്കോർമ്മയുണ്ടാകുമോ? എന്തായിരുന്നു വാക്ക്? എനിക്ക് 2 വരം നൽകാമെന്ന് അങ്ങ് മുമ്പ് പറഞ്ഞിരുന്നു, ആ വാക്ക് അങ്ങ് പാലിക്കുമോ? അപ്പോൾ ദശരഥൻ പറയുന്നൊരു വാക്കുണ്ട്, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാർ വാക്ക് മാറ്റുന്ന ചരിത്രമില്ല, അതുകൊണ്ട് ചോദിക്കൂ. അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്തെങ്കിലും സമ്മാനങ്ങൾ ചോദിക്കുമെന്നായിരുന്നു. പക്ഷെ ചോദ്യം ഇതായിരുന്നു, എൻ്റെ മകൻ ഭരതനെ രാജാവാക്കണം, രാമനെ 14 കൊല്ലം കാട്ടിലേക്ക് അയക്കണം. രാജാവ് ഉടനടി ബോധം കെട്ട് താഴേക്ക് വീണു പതിച്ചു. ബോധം വന്നപ്പോൾ ചോദിച്ചു, ദുഷ്ടേ, നീചേ, രാക്ഷസി. സംസ്കൃതത്തിൽ തെറികൾ ഇല്ല. മറ്റേത് ഭാഷയിൽ നമുക്ക് ഇഷ്ടംപോലെ തെറികൾ കേൾക്കാം, സംസ്കൃതത്തിൽ തെറികളില്ല. അപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ചു, കാൽക്കൽ വീണു സറണ്ടർ ചെയ്തു. എൻ്റെ മകൻ ഭരതനെ രാജാവാക്കണം, രാമനെ എന്തിനാണ് 14 കൊല്ലം കാട്ടിൽ പറഞ്ഞയക്കുന്നത്? മന്ദരയുടെ വിഷം അവിടെ വർക്കൗട്ട് ചെയ്തു. രാമൻ നാട്ടിലുണ്ടെങ്കിൽ നിന്റെ ഭരതനെ ആരും ബഹുമാനിക്കില്ല, എല്ലാവർക്കും രാമനോട് സിമ്പതിയായിരിക്കും. അതുകൊണ്ട് രാമനെ നാട്ടിൽ പ്രജകൾ കാണരുത്, രാമനെ ഇവിടുന്ന് ഓടിക്കണം, എന്നിട്ട് നിന്റെ മകൻ ഭരതൻ രാജാവാകണം എന്ന് പറയുന്ന ആ 2 വരങ്ങൾ നിർവാഹമില്ലാതെ കൊടുത്തു. കാരണം ഭാരതത്തിലെ പുരുഷന്മാർക്ക് വാക്ക് പാലിക്കുവാൻ മുദ്രപ്പേപ്പറിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. വാക്ക് പറഞ്ഞു എന്നത് ദശരഥനും, വാക്ക് കേട്ടു എന്നത് കൈയ്ക്കും ബോധ്യമുണ്ടായി. സൂര്യനല്ലാതെ മറ്റാളും സാക്ഷി ഉണ്ടായിരുന്നില്ല. ദൈവവും സൂര്യനും മാത്രം സാക്ഷിയായി വാക്ക് കൊടുത്തപ്പോൾ ആ വാക്ക് പാലിക്കാൻ വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു രാജാവിൻ്റെ കഥ കൂടിയാണ് രാമായണം എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ശ്രീരാമ സഹോദരനായ